കണ്ടെയ്നറുകൾ ഇപ്പോൾ ആലപ്പുഴ ഭാഗത്തേക്കും അതുപോലെ എറണാകുളം തീരത്തേക്കോ കൊച്ചി തീരത്തേക്കോ ഒക്കെ അടുക്കുന്നു എന്ന വാർത്ത വരുന്നു. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് എത്രമാത്രം പ്രശ്നമുള്ളതാണ് എന്നുകൂടി താങ്കൾക്ക് പറയാം. As of now, containers not into online the knowledge shipping company അല്ലെങ്കിൽ to some extent DD shipping might be having that because that ഒരു കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ചില കണ്ടെയ്നേഴ്സിനകത്ത് ഡേഞ്ചറസ് ഗുഡ്സ് ആയിരിക്കും, ചില കണ്ടെയ്നേഴ്സിനകത്ത് ഖാലി ആയിരിക്കും, ചില കണ്ടെയ്നേഴ്സിനകത്ത് എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഗുഡ്സ് ആയിരിക്കും. സോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് വെയിറ്റ് ഉള്ള കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ അത് നേരെ സിങ്ക് ആയി പോകും. കുറച്ച് വെയിറ്റ് ഇല്ലാത്ത കണ്ടെയ്നേഴ്സ് അതിൽ എയറൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും. കുറച്ച് കണ്ടെയ്നേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി ക്ലൈമറ്റിക് കണ്ടീഷൻ, ഫോർ കറന്റ്, വെദർ, വിൻഡ്, ഇതൊക്കെ വെച്ച് ചിലപ്പോൾ കരയിലോട്ട് അടുക്കും. ഈ റവന്യൂ മന്ത്രി രാജൻ രാവിലെ സംസാരിക്കുമ്പോൾ ഇതിന്റെ തീരത്ത് അതിന്റെ അടുത്ത് പോകരുത് എന്നൊക്കെയുള്ള രീതിയിൽ ജാഗ്രതകൾ പാലിക്കാൻ വേണ്ടി ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ താങ്കൾ ഇതിനകത്ത് എത്രമാത്രം ജാഗ്രത പാലിക്കണമെന്നാണ് നമ്മുടെ ആൾക്കാരോട് പറയുക? Anything which is or containers alongside one, and it's always a normal. You should always authorities inform you. Let them come and see our inspect we have to take further action. So let's first of all authorities are reviewing your containers once only. Then our authorities on the check it, we can take further action. ഈ ഫർദറായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ പ്രതിരോധ വിഭാഗം എടുക്കുന്ന മുൻകരുതലുകൾ കൂടി താങ്കൾക്ക് സൂചിപ്പിക്കാം. Navy Coast Guard run objective mainly when we started this. First priority one was rescue the crew. Crew ne എന്തൊക്കെ വന്നാലും rescue ചെയ്യണമെന്നായിരുന്നു first objective, which the Coast Guard initially ചെയ്തു. പിന്നെ merchant ship initially the merchant ship ഒരു 9 രക്ഷപ്പെടുത്തി, ബാക്കിയുള്ളവരെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. അപ്പോഴും 3 ക്രൂ ഓൺ ബോർഡ് ഷിപ്പിലുണ്ട്. അപ്പൊ ഈ 3 ക്രൂ അവിടെ നിന്നാണ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻ ഫ്രം ദി കമ്പനി അവര് ഓരോന്ന് ആക്ഷൻസ് ചെയ്യുന്നത്. സോ വോണ്ട് ടു ഗെറ്റ് ദ ഷിപ്പ് സങ്ക്. അങ്ങനെ ചെയ്യുന്നതിടയ്ക്ക് അപ്പോൾ ഇന്നലെ രാവിലെ ഇടയ്ക്ക് കമ്പനിയുടെ വേറൊരു ഷിപ്പ് വന്നിട്ട് ആ ഷിപ്പിനെ ടോ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. സോ അപ്പൊ അതിന് നേവിയുടെ സഹായം ചോദിച്ചായിരുന്നു. ആൻഡ് നേവി എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു ആ സപ്പോർട്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ദ ഷിപ്പ് വാസ് further submerged ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ വന്നു, വിച്ച് വാസ് ഡേഞ്ചറസ് ഫോർ ദ 3 ക്രൂ. അപ്പൊ 3 ക്രൂവിനെ കൂടെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി INS സുജാത എന്ന് പറഞ്ഞ ഷിപ്പ് പോയി. ആ ഷിപ്പ് പോകുന്ന സമയത്ത് തന്നെ അതിന് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഫ്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിന്റെ ഇടയ്ക്കൂടെ ഒരു ഷിപ്പ് പോകുന്നത് ഡേഞ്ചറസ് മെനൂവറിംഗ് ബൈ ദ സിഒസ്. സോ അപ്പൊ ഈ 3 സിഒയുടെ ക്യാപ്റ്റൻസും ക്രൂവും ഒരു നോർമൽ സി അല്ല, റഫ് സി, വേവ്സും ഉണ്ട്, കറണ്ട് ഉണ്ട്, വിൻഡ് ഉണ്ട്, മഴയുണ്ട്, വിസിബിലിറ്റിയും കുറവാണ്. So in that it's a thing at least allare rescue ചെയ്തിട്ടുണ്ട്. Now we have to see pollution response. So structure on the ship pollution response configuration പോയിരിക്കുന്നു already. അപ്പോൾ അവർ ഓൾറെഡി അവിടെ നിൽക്കും ആൻഡ് അസസ് ഈ പൊല്യൂഷൻ എത്ര ഉണ്ട്. പിന്നെ കണ്ടെയ്നേഴ്സ് അതൊക്കെ കമ്പനി ഹാസ് ടു ആൻസർ. I have no clue about that. Thank you, ശ്രീ അതുൽ പിള്ളൈ. ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ളയാണ് സംസാരിച്ചത്. എന്തായാലും നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ്. അപ്പൊ ഈ അദ്ദേഹം തന്നെ പറയുന്നത് ഈ കണ്ടെയ്നറിലൊക്കെ ഉള്ള സാധനം എന്താണെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അത് കമ്പനിക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് ഡിഫൻസ് PRO പറഞ്ഞത്. ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുകയാണ്. ആലപ്പുഴയിലേക്കൊക്കെ ഇത് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബാക്കിയുണ്ടായിരുന്ന ഈ കണ്ടെയ്നറുകൾ കൂടി നമ്മുടെ കടലിൽ ഒഴുകി നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് എന്ത് നടപടികൾ എടുക്കും എന്നുള്ള കാര്യം വരുന്ന മണിക്കൂർ നമുക്ക് പറയാൻ കഴിയും. കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കോസ്റ്റ് ഗാർഡും അതും ഇന്ത്യൻ നേവിയും സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ അതുപിള്ളയ്ക്ക് ഒരു പരിമിതി ഉള്ളത്, അദ്ദേഹത്തിന് ഔദ്യോഗികമായി തീരുമാനമെടുക്കാതെ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാൻ മാധ്യമങ്ങളോട് പറയാനും ഒക്കെ കഴിയില്ല. പറയൂ. ജാഗ്രതാ നിർദ്ദേശം എല്ലാ ഇടങ്ങളിലും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും അതോടൊപ്പം കോസ്റ്റൽ പോലീസും ഈ സഹകരിച്ചാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീരദേശ മേഖലകളിലുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. ഈ കണ്ടെയ്നറുകളുടെ ഒരു വേഗത എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. രാവിലെ അത് 1 നോട്ടിക്കൽ മൈൽ കിലോമീറ്റർ സ്പീഡിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പോൾ ടൈറിന്റെ ഒക്കെ ഒരു കാലാവസ്ഥ